ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മോഡൽ ഹ്യൂണ്ടായി ക്രെറ്റയുടെ ബേസ് ഈ വേരിയന്റ് ആണ്. ഷോറൂമിൽ നിന്ന് 1.5 ലക്ഷം രൂപയുടെ ആക്സസറീസ് ചെയ്ത ബേസ് വേരിയന്റ് ആണിത്. ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത്, എന്തെല്ലാം ആക്സസറീസ് ആണ് ഷോറൂമിൽ നിന്ന് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഹ്യൂണ്ടായുടെ 2024 ഓണം ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ വാഹനങ്ങൾക്കും ഓഫറുകൾ വരുന്നുണ്ട്. അപ് ടു 2 lakhs വരെയുള്ള ഓഫറുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റീസെന്റ് ലോഞ്ച് ചെയ്ത എക്സ്റ്ററിന്റെ നൈറ്റ് എഡിഷന് വരെ 20,000 രൂപയുടെ ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എക്സ്റ്ററിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നൈറ്റ് എഡിഷന്റെ അതിനകത്ത് ഏതൊക്കെ വാഹനങ്ങൾക്കാണ് എന്തെല്ലാം ഓഫറുകളാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വേരിയന്റിന്റെ എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ക്രെറ്റ ബേസ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയർ ലുക്ക് 2024 മോഡൽ ക്രെറ്റയുടെ ബേസ് വേരിയന്റിന്റെ ടോപ്പ് എൻഡ് വരെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത്. ഡിഫറൻസ് വരുന്നത് ഫ്രണ്ടിലെ DRLലും ഹെഡ്ലൈറ്റ് യൂണിറ്റിലും മാത്രമാണ്. മറ്റെല്ലാം കൊണ്ടും ഇത് ടോപ്പ് എൻഡിന്റെ അതേ ലുക്ക് തന്നെയാണ് ഈ വാഹനം തരുന്നത്. ഇതിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ 1.5 ലക്ഷം രൂപയുടെ ആക്സസറീസ് ചെയ്ത് ടോപ്പ് എൻഡിന്റെ അതേ ലുക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇനിയിപ്പോൾ ഒരു റൂഫ് റെയിലാണ് ആക്സസറിയിൽ ഫിറ്റ് ചെയ്യാൻ മിസ്സിംഗ് ഉള്ളത്. ബാക്കി ഒരുവിധ ആക്സസറീസ് എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇവിടെ ഒരു LED DRL കൊടുത്തിട്ടുണ്ട്. അതിനകത്തായിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ടോപ്പ് എൻഡ് വേരിയന്റിൽ ഇത് കണക്റ്റഡ് DRL ആണ്. ഈ വേരിയന്റിൽ നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് ആ കണക്റ്റഡ് DRL ഇവിടെ ഒരു ക്രോം ഇൻസെർട്ടാണ് വരുന്നത്. അതിന് താഴെ നമുക്ക് ഇവിടെ പ്രൊജക്റ്റഡ് ആയിട്ടൊരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ്. ഹൈ ബീം നമുക്ക് ഒരു പ്രൊജക്റ്റഡ് ആയിട്ട്, ലോ ബീം താഴെ നോർമൽ ലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്യുവൽ യൂണിറ്റ് ആയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. വേറെ മറ്റ് ഫോഗ് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഫ്രണ്ടിൽ നമുക്കൊരു സിൽവർ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. 195 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത്. ഇതിനകത്ത് 360 ക്യാമറ ആക്സസറൈഡ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ക്യാമറയുടെ ലെൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ 17 ഇഞ്ച് ടോപ്പ് എൻഡിൽ വരുന്ന അതേ വീലുകൾ ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ടോപ്പ് എൻഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വീലും ടയറുകളും നമ്മൾ ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഇതിനകത്ത് 215 60R 17 ആണ് വരുന്നത്. സ്റ്റോക്ക് അലോയ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ടയറും വീലും കൂടി ചേഞ്ച് ചെയ്യുമ്പോൾ ഏകദേശം 65,000 രൂപയാണ് നിങ്ങൾക്ക് ഇതിന് കോസ്റ്റ് വരിക. നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് എപ്പോഴും ഫെൻഡേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. ഇതിൽ 360 ക്യാമറ ആക്സസറൈഡ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഒരു ക്യാമറയുടെ ലെൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വശങ്ങളിലെല്ലാം ഇതിപ്പോൾ ഒരു ബേസ് വേരിയൻ്റ് ടോപ്പ് എൻഡ് ആണെങ്കിലും ഒരു സെയിം ലുക്കുകളാണ് വരുന്നത്. നമുക്ക് കീലെസ് എൻട്രി പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. ഇതിനകത്ത് ഒരു റെയിൻ ഗാർഡ് ഇതും ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റൂഫ് റെയിൽ ആക്സസറൈഡ് ചെയ്യുന്നുണ്ട്. അത് വണ്ടി ഡെലിവറി ടൈമിലേക്ക് അവർ മാറ്റി വെച്ചിരിക്കുന്നതാണ് ഫിക്സ് ചെയ്യാനായിട്ട്. ബാക്കിൽ നമുക്കൊരു നോർമൽ ആൻറ്റിന കാണാം. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. ഇത് ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് ബാക്കിൽ വൈപ്പർ പോലെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് മിസ്സിംഗ് ആണ്. വൈപ്പർ ഡിഫോഗർ പോലെയുള്ള കാര്യങ്ങൾ വരുന്നില്ല. മറ്റെല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത്. നമുക്കിവിടെ ഒരു ബാക്കിൽ ഇവിടെ ഒരു സ്പോയിലർ കൊടുത്തിരിക്കുന്നു. അതിന് നടുക്കായിട്ട് ഒരു വലിയ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ ഗ്ലാസ് നമ്മൾ പറഞ്ഞത് പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. വൈപ്പർ വാഷറൊന്നും തന്നെ വരുന്നില്ല. ബേസ് വേരിയൻ്റെ തൊട്ട് നമുക്ക് ബാക്കിൽ കണക്റ്റഡ് ടൈലൈറ്റാണ് ക്രെറ്റയുടെ കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ നമുക്ക് ഹ്യൂണ്ടായുടെ ലോഗോ, താഴെ നമുക്ക് ബാക്കിൽ 360 ക്യാമറകളുള്ള റിവേഴ്സ് ക്യാമറ കാണാനായിട്ട് പറ്റും. ഇവിടെ ക്രെറ്റ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. ബാക്കിൽ നമുക്ക് ഇവിടെ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. നമ്മുടെ റിവേഴ്സ് ലൈറ്റ് വരുന്നത് ഇവിടെ താഴെയായിട്ടാണ്. നമ്മുടെ ടൈലൈറ്റ് യൂണിലേക്ക് വന്നാൽ ഇത് നമ്മുടെ സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇത് നമ്മുടെ ടൈൻ ഇൻഡിക്കേറ്റേഴ്സ്. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സാണ് ഈ വാഹനത്തിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കിവിടെ ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം സൈസ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. 405 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ക്രെറ്റയ്ക്ക് വരുന്നത്. ഈ പാഴ്സൽ ട്രേ ഇതിനകത്ത് വരുന്നതല്ല, ഇത് ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഏകദേശം 2,300 രൂപയാണ് ഈ പാഴ്സൽ ട്രേയുടെ കോസ്റ്റ് വരുന്നത്. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ഇതിൻ്റെ ബൂട്ടിൽ വരുന്നില്ല. നമുക്ക് 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന ബാക്ക് സീറ്റുകളാണ് വരുന്നത് ഇതിനകത്ത്. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ട് ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിരിക്കുന്നു. സ്പെയർ വീലിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബേസ് വേരിയന്റിൽ വരുന്ന സെയിം സൈസുള്ള സ്പെയർ വീലുകളാണ്. 205 60R 16 ആണ് ഇതിൻ്റെ സ്പെയർ വീലുകൾ വരുന്നത്. ഈ വാഹനത്തിന് വരുന്നത് ആ ഒരു സെയിം 205 60R 16 ആണ്. ഇതിൻ്റെ വീലുകൾ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ടോപ്പ് എൻഡിൻ്റെ വീലിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് നോക്കാം. ബേസ് വേരിയന്റിൽ റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബേസ് വേരിയന്റ് ആണെങ്കിലും ടോപ്പ് എൻഡ് അറിയും. ഇന്റീരിയർ ലുക്കും ഇതിൻ്റെ ലേഔട്ടും എക്സാക്ട്ലി സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇതിനകത്ത് ഒരു 12 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. അതിനകത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂസിക് കൺട്രോൾസ് കാര്യങ്ങളും സ്റ്റിയറിംഗ് മോഡൽ കൺട്രോൾസും ആക്സസറൈഡ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മളുടെ ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഡോർ പാഡ് വരുന്നത്. സോഫ്റ്റ് ടച്ച് അല്ല, ഫുള്ളി പ്ലാസ്റ്റിക് ആണ് വരുന്നത്. നമുക്ക് 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷൻസ് ബേസ് വേരിയന്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിറേഴ്സ് നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതും എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് ചെറിയ പൈസ
ക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓട്ടോമാറ്റിക് മിറർ ഫോൾഡിംഗ് ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് നമുക്ക് ആക്സസറി ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ ബേസ് വേരിയൻ്റ് തൊട്ടേ നമുക്കിവിടെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സീറ്റുകളെല്ലാം ഒരു വൈറ്റിഷ് കളർ ടോണിലാണ് സീറ്റ് കാര്യങ്ങൾ വരുന്നത്. നമുക്ക് സെൻറ്റർ ആംറെസ്റ്റ് പോലെയുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ടിൻ്റെ ബട്ടൺ കാണാം. നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഈ ബേസ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നല്ലൊരു 12 ഇഞ്ചിൻ്റെ മ്യൂസിക് സിസ്റ്റം ചെയ്ത് ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയറാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉൾപ്പെടെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ആകെ മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മളുടെ ഈ ഒരു നോബ് മാത്രമാണ്. അതും നമുക്ക് ആക്സസറൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി മറ്റ് ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ സ്റ്റിയറിംഗ് വീലിൽ ഇടതുവശത്ത് ഫോൺ ആൻഡ് മ്യൂസിക് കൺട്രോൾസും വലതുവശത്ത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസും വരുന്നു. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് വരുന്നത്. ടെലസ്കോപ്പിക്ക് വരുന്നില്ല. സ്റ്റിയറിംഗ് വീലിൻ്റെ കളർ എന്താണ്? ഒരു ഓഫ് വൈറ്റ് കളറാണ്. മറ്റ് സാധാരണ ബ്ലാക്ക് കളറാണ് കാണാറ്. അതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു കളർ കാണുന്നു. പിന്നെ നമുക്ക് ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാനായിട്ട് പറ്റും. ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹ്യുണ്ടായുടെ ഒരുവിധ എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന സെയിം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ്. ഇതിനകത്ത് ഗ്ലൈഡ് അടിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ്. അതിനകത്ത് സ്പീഡോമീറ്ററും RPM മീറ്ററും ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കും. നടുക്ക് ചെറിയൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് അറിയാനായിട്ട് പറ്റും. സ്റ്റിയറിംഗ് വീലിൽ ഈ കൺട്രോൾസ് ഉപയോഗിച്ച് നമുക്ക് അതിനകത്ത് ഓരോന്ന് ടോഗിൾ ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് ടയർ പ്രഷർ വാർണിംഗ് പോലെയുള്ള ഫീച്ചേഴ്സ് ഈ ബേസ് വേരിയൻറ്റ് തൊട്ടേ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു empty അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇനി സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 12 ഇഞ്ചിൻ്റെ ലോഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്ത് ആക്സസറൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് സിസ്റ്റമാണ് വിത്ത് 360 ക്യാമറ. അതിന് കോസ്റ്റ് വരുന്നത് ഏകദേശം 65,000 രൂപയാണ് ഇതിന് കോസ്റ്റ് വരുന്നത്. 53,000 രൂപയാണ് ഈ ലോഡിൻ്റെ സിസ്റ്റം വിത്ത് 360 ക്യാമറ കോസ്റ്റ് വരുന്നത്. വിത്ത് സോണിയുടെ 4 സ്പീക്കറും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോണിയുടെ സ്പീക്കറിന് കോസ്റ്റ് വന്നിരിക്കുന്നത് 6,000 രൂപയാണ്. അപ്പോൾ മ്യൂസിക് സിസ്റ്റം വിത്ത് 360 ക്യാമറ വിത്ത് സ്പീക്കേഴ്സ് ഏകദേശം 60,000 രൂപയുടെ അടുത്ത് കോസ്റ്റ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ളൊരു മ്യൂസിക് സിസ്റ്റമാണിത്. മ്യൂസിക് ആണെങ്കിലും കേൾക്കാനായിട്ട് നല്ല ഭംഗിയാണ്. ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് വരുന്നു. അത്യാവശ്യം നല്ല ഒരു റിവേഴ്സ് ക്യാമറ വിത്ത് 360 ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 360 2D 3D അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഓപ്ഷൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. അതിന് താഴെയായിട്ട് നമുക്കിവിടെ AC കൺട്രോൾസ് കാണാം. അതിനകത്തെല്ലാം ഒരു ക്രോം ഇൻസെർട്ട് വരുന്നു. AC യൂണിറ്റ് നമ്മൾക്ക് മാനുവൽ AC കൺട്രോൾസ് ആണ് വരുന്നത്. നമുക്കിവിടെ ഹസാർഡ് ലൈറ്റ് കാണാം. അതിന് താഴെ നമുക്കിവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. നമുക്കിവിടെ USB Type C ചാർജിങ് പോർട്ട് കൊടുത്തിരുന്നു. USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ഈ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സിം കണക്ട് ചെയ്യാനും USB ഇടാനായിട്ടുള്ള എല്ലാ ഓപ്ഷൻസും അവർ കൊടുത്തിരിക്കുന്നു നമ്മുടെ ഡാഷ് ബോർഡിന് അകത്തേക്കായിട്ടായിരുന്നു. ഇനിയും മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് കാണാം. ഇത് ഇതിൻ്റെ ഡീസൽ വേരിയൻ്റ് ആണ്. ഡീസൽ ആൻഡ് പെട്രോൾ ആണെങ്കിലും നമുക്ക് ബേസ് വേരിയൻ്റ് മാനുവൽ മാത്രമാണ് വരുന്നത്. 6 സ്പീഡ് ട്രാൻസാക്ഷനാണ് വരുന്നത്. അതിന് താഴെയായിട്ട് നമുക്കിവിടെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് സെൻറ്റർ ആംറസ്റ്റ് വരുന്നുണ്ട്. വിത്ത് ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസോട് കൂടിയ ആംറസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് അത്യാവശ്യം കംഫർട്ടായിട്ടുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ സീറ്റുകളാണ് വരുന്നത്. നമുക്ക് നമ്മളുടെ ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റിൻ്റെയും സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. 6 എയർ ബാഗ് ആയതുകൊണ്ട് എയർ ബാഗിൻ്റെ ബാഡ്ജിങ് കാണാം. നമുക്ക് ടോപ്പിലായിട്ട് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ് വരുന്നത്. സെൻറ്റർ IRVMs മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. നമുക്ക് ഈ കാണുന്ന റൂഫ് മൗണ്ടഡ് ലൈറ്റ് ഇതിനകത്ത് വരുന്നില്ല. അത് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് വിത്ത് സൺഗ്ലാസ് ഹോൾഡർ ഇത് ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഇതിന് കോസ്റ്റ് വരുന്നത് ഏകദേശം 7,500 രൂപയാണ് ഈ ഒരു യൂണിറ്റിന് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ അത്യാവശ്യം വേണ്ട ആക്സസറീസ് ചെയ്ത് ഒരു ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്ന ബേസ് വേരിയൻ്റ് ആണ്. ഗ്രോ ബോക്സ് ആണെങ്കിലും അത്യാവശ്യം സൈസായിട്ടുള്ള ഗ്രോ ബോക്സ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇവിടെ എല്ലാം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഫോണൊക്കെ പറ്റും. കാര്യം ഫോണൊന്നും സ്ലിപ്പായി പോകാണ്ട് ചെറിയൊരു ഗ്രിപ്പ് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി യാത്രക്കാരെ കംഫോർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ബേസ് വേരിയൻറ്റിൽ തന്നെ നമ്മൾക്ക് പവർ വിൻഡോൻ്റെ കൺട്രോൾ ബാക്കിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് നമുക്ക് ബേസ് വേരിയൻറ്റിൽ തന്നെ ബാക്കിലേക്ക് AC വെൻസ് വരുന്നുണ്ട്. പിന്നെ 2 Type C ചാർജിങ് പോർട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. നമുക്ക് 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ വരുന്നുണ്ട്. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകൾ വരുന്നുണ്ട്. നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് സെൻറ്ററിൽ ഒരു ആംറെസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവിടെ ഈ കവർ ഉള്ളതുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഐസോഫിക്സ് സ്റ്റൈൽ സീറ്റിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മൾ അകത്തേക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ ക്രെറ്റയിൽ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം മാസീവായിട്ടുള്ള
ലെഗ് റൂം നീ റൂം നമുക്ക് കാണാനായിട്ട് പറ്റും. ഹെഡ് റൂം ആണെങ്കിൽ നല്ല രീതിയിലുള്ള ഹെഡ് റൂം നിങ്ങൾക്ക് കാണാം. വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം. സെൻട്രലിൽ ഒരു പാസഞ്ചർ ഇല്ല എങ്കിൽ നമുക്ക് ആംബ്രസ്റ്റൊക്കെ വെച്ച് ഈ ബേസ് വേരിയന്റിൽ പോലും സുഖമായിട്ടുള്ളൊരു യാത്ര സമ്മാനിക്കുന്നുണ്ട്. ക്രെറ്റയുടെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയന്റിലൂടെ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ടയർ പ്രഷർ വാർണിംഗ്, 4 ടയറിലേക്കും ഡിസ്ക് ബ്രേക്ക്, അങ്ങനെ ഒരു വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഇതിൻ്റെ ബേസ് വേരിയന്റ് തൊട്ട് ഹ്യുണ്ടായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഈ വാഹനത്തിന് നമുക്ക് 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് വരുന്നത്. പെട്രോൾ ആൻഡ് ഡീസൽ രണ്ടും 1.5 ആണ്. വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്. ഈ ബേസ് വേരിയന്റിൽ നമുക്ക് മാനുവൽ മാത്രമാണ് വരുന്നത്. വിത്ത് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിൽ മാത്രമാണ് ബേസ് വേരിയന്റ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് വേരിയന്റിൽ തന്നെ പെട്രോളും ഡീസലും വരുന്നുണ്ട്. ഇനിയും ഈ ബേസ് പെട്രോൾ വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം എല്ലാ ഓഫറുകളും കഴിഞ്ഞ് 13,13,000 രൂപയ്ക്ക് ഈ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ 14,99,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീസൽ വേരിയന്റും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഏകദേശം 1.5 ലക്ഷം രൂപയുടെ ആക്സസറീസ് ആണ് ഈ വാഹനത്തിൽ ചെയ്തിരിക്കുന്നത്. ഇത്രയും ആക്സസറീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കിലേക്ക് ഈ വാഹനം വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 16 ലക്ഷം രൂപ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ബേസ് വേരിയന്റ് എടുത്തിട്ട് ഡീസലാണ് നോക്കുന്നതെങ്കിൽ 16 ലക്ഷം രൂപ ബഡ്ജറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസ് വേരിയന്റ് എടുത്തിട്ട് അത്യാവശ്യം ആക്സസറീസ് ചെയ്യാം. അല്ല പെട്രോൾ ആണെങ്കിൽ ഏകദേശം ഒരു 14.5 ലക്ഷം രൂപയ്ക്ക് ഇത്തരം ആക്സസറീസ് എല്ലാം ചെയ്ത് നിങ്ങൾക്ക് ഈ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ റീസെൻ്റ്ലി ഹൈ റൈഡറിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അതിനും ആക്സസറീസ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോഴാണ് പല റിക്വസ്റ്റ് വന്നു ഹ്യുണ്ടായിൽ അങ്ങനെ ക്രെറ്റയുടെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. അങ്ങനെയാണ് ഹ്യുണ്ടായിൽ അന്വേഷിച്ച് ഈ വാഹനം ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ വന്ന് ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഹ്യുണ്ടായിൽ ഇപ്പോൾ ഓണം ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ് ടു 2 lakhs വരെ ഓഫറുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓണം ഓഫറുകൾ കാര്യങ്ങൾ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കേസാണ് ഹ്യുണ്ടായിൽ ഇപ്പോൾ NRI ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം നടക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എബ്രോഡ് നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും വാഹനം ഓർഡർ ചെയ്യാനും ബുക്ക് ചെയ്യാനും ഓർഡർ ചെയ്യാനും പേയ്മെൻറ്റ് ചെയ്യാനും ഇൻഷുറൻസ് സെറ്റ് ചെയ്യാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തു തരും. നിങ്ങൾക്ക് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ച് ആ വാഹനം ഡെലിവറി എടുക്കാനും വീട്ടിലേക്ക് ഒരു പുതിയ വാഹനം ഓടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ഓപ്ഷനും തരുന്നുണ്ട്. ഇപ്പോൾ ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഈ വാഹനം വന്ന് ഇവിടെ PDI വെരിഫൈ ചെയ്യുന്ന കാര്യങ്ങൾക്കാണെങ്കിൽ അതിനുള്ള ഓപ്ഷനും അവർ അറേഞ്ച് ചെയ്ത് തരും. ആ NRI ഫെസ്റ്റ് എനിക്കൊരു നല്ല പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് എന്തോ 10,000 രൂപീസിൻ്റെ ആക്സസറീസും എന്തൊക്കെ കോംപ്ലിമെൻ്ററി അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ക്രെറ്റ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്യുണ്ടായി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷനും ഞാൻ പോപ്പുലർ ഹ്യുണ്ടായിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.